ഇപ്പോഴിതാ പുതിയ അടവുകളുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നത് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് തന്നെ ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് ഹാലൂസിനേഷൻ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥയാണോ എന്ന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് അണികൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ പോലും അറിയാത്തൊരു സാഹചര്യം. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി മോദി ട്രംപുമായി ഒപ്പിട്ട കരാർ റദ്ദാക്കണം എന്നുള്ളതാണ്. US കോടതി താരിഫ് നിർത്തലാക്കി കഴിഞ്ഞു. പല രാജ്യങ്ങളും ഇപ്പോൾ റീനെഗോസിയേഷൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മാത്രം വായുമ്പൊത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കരാർ റദ്ദാക്കണമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ പ്രധാനമായും രാഹുൽ ഗാന്ധി ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളും അമേരിക്കയുമായി ഇതുവരെ ഒരു കരാർ ഒപ്പിട്ടിട്ടില്ല. അതിന്റെ ചർച്ചകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾ നടന്നു കഴിഞ്ഞ് ഇനി ആ കരാർ ഒപ്പിടുന്ന ഒരു ഘട്ടം വരും. ആ കരാർ ഒപ്പിടുന്ന ഒരു ഘട്ടം വന്ന് ആ കരാർ നമ്മൾ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. കരാറിന്റെ സിമ്പിൾ ഫോമുകൾ, അതിനെ കരട് എന്ന് പറയും, ഡ്രാഫ്റ്റ്, ഇതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഡൊണാൾഡ് ട്രംപിന്റെ പല വാചാടോപങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എന്തർത്ഥത്തിലാണ് ഈ കരാർ, ഏത് കരാർ പിൻവലിക്കണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുമുള്ള ചോദ്യമായി ഉയരുക. എന്തായിരുന്നാലും ഇപ്പോഴിതാ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഫെബ്രുവരി 14 മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പാർട്ടി സംഘടിപ്പിച്ച കിസാൻ മഹാ ചൗപാൽ എന്ന പരിപാടിയിൽ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. ഏത് കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതാണ് ഈ പരിപാടി. അതിലാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ കർഷകരെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ വേദിയിൽ ഒരുപാട് കർഷകർ ഇരിക്കുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, വേദിയിൽ ഇരിക്കുന്ന കർഷക വേഷം കെട്ടിയ കോൺഗ്രസ് നേതാക്കളാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. എന്തായാലും നരേന്ദ്രമോദിക്കെതിരെ പുതിയൊരു ആയുധവുമായി രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങുകയാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇറങ്ങേണ്ട കോണ്ടെക്സ്റ്റ് ഒന്നുമില്ല. എങ്കിലും ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണ് എന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ് എന്ന് ജനങ്ങൾ മറന്നുപോയാലോ എന്ന് വിചാരിച്ചാണോ രാഹുൽ ഗാന്ധി ഇറങ്ങുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇതിലാണ് രാഹുൽ ഗാന്ധി ഇത്രയും വലിയ യമണ്ടൻ മണ്ടത്തരം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.